അർജുനൻ ഭഗവാന്റെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉദ്ഭവിച്ചവയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്തരത്തിലുള്ള മറുപടികൾ കൊടുക്കുന്നത്. ശരിക്കും ഭഗവാന്റെ ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടണം അർജുനൻ്റെ ചോദ്യത്തിൻ്റെ ആഴങ്ങൾ എത്രയായിരുന്നു എന്ന്. ഹേ അർജുന, വേദ ത്രൈഗുണ്യ വിഷയ. അർജുനൻ വേദങ്ങളൊക്കെ ഉദ്ധരിച്ചുവല്ലോ. അതുകൊണ്ട് പറയുന്നു, വേദങ്ങൾ 3 ഗുണങ്ങളെ സംബന്ധിക്കുന്നതാണ്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതാണ് അതിലെ വിഷയം. അതുകൊണ്ട് ത്വം നിസ്ത്രൈഗുണ്യ, നീ 3 ഗുണങ്ങൾക്ക് അതീതനാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നീ വേദത്തിന് അപ്പുറത്തേക്കു തന്നെ പോകേണ്ടതുണ്ട്. നിർദ്വന്ദ്വ, നിന്നിൽ ദ്വന്ദ്വങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ഭഗവത്ഗീതയിൽ യുദ്ധത്തെ ന്യായീകരിക്കുന്നതിനായിട്ട് മനുവിൻ്റെ സ്മൃതി ഉദ്ധരിച്ചിട്ടുണ്ട്. മനുസ്മൃതിയിൽ സ്വേച്ഛാധിപതിയെ വധിക്കാം എന്ന് പറയുന്നു. ആദതായിയൊക്കെ അർജുനൻ ഉദ്ധരിക്കുന്നതും അതുകൊണ്ട് തന്നെ. സ്മൃതിക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ സംഭവിക്കും. സ്മൃതി ഒരിക്കലും പരമപ്രമാണമല്ല. ശ്രുതിയാണ് പരമപ്രമാണമായിട്ടുള്ളത്. പക്ഷേ മനുവിൻ്റെ മുൻപിൽ സ്വേച്ഛാധിപതിയായ സ്വന്തക്കാരൻ വന്നാൽ എന്തു ചെയ്യുമെന്ന് മനു ഗവേഷണം നടത്തിയില്ല. അതാണ് ഗീതയുടെ മഹത്വം. മനുവിൻ്റെ വിഷയം ആയിരുന്നില്ല അത്. അർജുനൻ ചോദിക്കുന്നത് അതാണ്. മനുവിൻ്റെ സ്മൃതിയെ ഉദ്ധരിച്ചുകൊണ്ട് അർജുനൻ ചെയ്യുന്നത് തെറ്റല്ല എന്ന് വ്യാഖ്യാനിച്ചാൽ നമുക്ക് രണ്ടും പിടികിട്ടാതെ പോകും. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു വേദത്തിനപ്പുറത്തേക്ക് കടക്കാൻ. അപ്പോൾ സ്മൃതിയൊക്കെ ഉദ്ധരിക്കുന്നത് തന്നെ ബാലിശമാണ്. വേദം അതിൻ്റെയും എക്സ്ട്രീം ആയിട്ടുള്ള ഒന്നാണ്. മനു സ്മൃതി രചിക്കുമ്പോൾ സ്വേച്ഛാധിപതിയായ ഗുരു വധാർഹനാണോ എന്നത് മനുവിൻ്റെ വിഷയമല്ല. സ്വന്തം അച്ഛൻ സ്വേച്ഛാധിപതിയായി മുന്നിൽ വന്നാൽ വധാർഹനാണോ എന്ന് മനു പറഞ്ഞിട്ടില്ല. ഭഗവാൻ പറയുന്നു, നാം വേദങ്ങളുടെ പരിമിതി നിനക്ക് ബോധിപ്പിച്ചു തരാം. സത്വരജസ്തമോ ഗുണങ്ങളെ വിഷയമാക്കിയിട്ടുള്ളതാണ് വേദങ്ങൾ. നീ എങ്ങനെയുള്ളവനാകണം? നീ സത്വരജസ്തമോ ഗുണങ്ങൾക്കപ്പുറം കടന്ന് നിർദ്വന്ദ്വ, ദ്വന്ദ്വഭാവങ്ങളില്ലാത്തവനായി നിത്യസത്വസ്ഥ, 3 കാലത്തും മാറാതെ നിൽക്കുന്നത് ഏതാണോ അതാണ് സത്ത്. അത് ബോധമാണ്, ബ്രഹ്മമാണ്, ആത്മാവാണ്. നീ അതായി തീരൂ എന്ന്. 3 ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളെക്കുറിച്ച് വളരെ വിസ്തരിച്ച് ഒരധ്യായത്തിൽ ഭഗവാൻ പറയുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.